ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനായിട്ട് US-ൻ്റെ എയ്ഡ് വന്നിരുന്നു. ആ ഫണ്ട് UPA കാലത്താണെന്ന് പറയുന്നു. അങ്ങനെ ഉള്ള സംഭവം നടന്നിരുന്നു. എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ല, UPA കാലത്ത് 2012 അത് അന്ന് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന SY ഖുറേഷി അങ്ങനെ അത് സമ്മതിക്കുന്നുണ്ട്. ഈ കമ്പനിയുമായിട്ട് ഞങ്ങളൊരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടിരുന്നു. കാശൊന്നും വാങ്ങിയിരുന്നില്ല, അവരുടെ സർവീസസ് വാങ്ങിയിരുന്നു. എന്താ ഇവരുടെ സർവീസ്? വോട്ടർ ടേൺ ഔട്ട് കൂട്ടുക. ഈ ഇവിടുത്തെ വോട്ടർ ടേൺ ഔട്ട് കൂട്ടിയിട്ട് അമേരിക്കയ്ക്ക് എന്ത് വേണം? മാത്രമല്ല, ഇവിടെ വോട്ടർ ടേൺ ഔട്ട് കൂട്ടാൻ അവരെന്തെങ്കിലും എഫേർട്ട് ചെയ്തതായിട്ട് നമുക്കൊന്നും കാണാനും പറ്റുന്നില്ല. അപ്പോൾ എന്തോ ഒരു അട്ടിമറി പ്രവർത്തനത്തിന് ഈ പൈസ ഉപയോഗിക്കപ്പെട്ടു. അതെന്താണെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പണം വന്ന് ഇതെങ്ങോട്ട് പോയി, ആരൊക്കെ വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ബട്ട് ഇത് UPA കാലത്താണെന്നുള്ളത് ഖുറൈശി തന്നെ സമ്മതിച്ചു. എൻ്റെ കാലത്താണ്, ഞാൻ അന്ന് MOU ഒപ്പിട്ടിരുന്നു, പൈസ വാങ്ങിയിരുന്നില്ല, അവരുടെ സർവീസസ് ഉപയോഗിച്ചു. എന്തിനുപയോഗിച്ചിരുന്നു? എന്താണ് ആ NGOയുടെ റോൾ എന്തായിരുന്നു ഇന്ത്യയിൽ? അപ്പോൾ അതൊരു പ്രശ്നമല്ലേ. ഇവർ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഇതുണ്ടല്ലോ, വിവാദം, ശശി തരൂർ വിവാദം. അതിൻ്റെ ബേസ് എന്താണ്? ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ശശി തരൂരിൻ്റെ ലേഖനം. ഞാൻ ആരെ ഈ ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ടുകാരാരാ? ഇത് തയ്യാറാക്കിയതാരാ? ഇതുവരെ സിനുജി കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു സ്ഥാപനം? ഇല്ല, കേട്ടിട്ടില്ല. ഇങ്ങനൊരു റിപ്പോർട്ട് ഇല്ല. ഇപ്പോൾ DIM എന്ന് പറഞ്ഞ് വരുന്നു. ആ സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറഞ്ഞ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി, അതിൻ്റെ ആൾക്കാരെയൊക്കെ നോക്കി അതിനകത്ത് 10-12 പേരുണ്ട്. അതിൽ 3 പേര് ഇന്ത്യൻ പേരുകളാണ്. ഇന്ത്യക്കാരാണോന്ന് എനിക്കറിയില്ല, ഫോറിൻ പൗരൻ ആയിട്ട് മാറിയതാണ്. അതിലൊരാൾ എന്താ തെലങ്കാന സർക്കാരിൻ്റെ അഡ്വൈസറാണെന്നോ ഒക്കെ പറയുന്നൊക്കെയുണ്ട്. ആരിവരെ എവിടെ എന്ത് സർവേ നടത്തി സ്റ്റാർട്ടപ്പുകളുടെ? ഇപ്പോഴും P. രാജീവ്, ഇന്നത്തെ ദേശാഭിമാനിയിൽ വരെ P. രാജീവ് പറയുകയാണ് 2,90,000 അത്രയും നിക്ഷേപങ്ങൾ കേരളത്തിൽ, സംരംഭങ്ങൾ 2,00,000 3,44,859 സംരംഭങ്ങളുണ്ടായി. 3,44,000. ഇപ്പോൾ ഇത്രയും സംരംഭങ്ങളാണെങ്കിൽ സിനുജി ആലോചിച്ചു, നമ്മൾ പുറത്തിറങ്ങിയ സംരംഭം കൊണ്ട് നമുക്ക് വഴി നടക്കാൻ പറ്റില്ല, തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. 20 ജില്ലകളാണ്. 3,40,000 ഡിവൈഡഡ് ബൈ 20 ജില്ലയിൽ 14 ജില്ല. അപ്പോൾ ഏകദേശം ഒരു ജില്ലയിൽ 14, 28, 14, 3, 42, ഏകദേശം 20,000-നും 30,000-നും ഇടയ്ക്ക് സംരംഭങ്ങൾ ഓരോ ജില്ലയിലും തുടങ്ങിയിരിക്കണം. 20,000 തന്നെ വെച്ചോ, നമുക്ക് വഴി നടക്കാൻ പറ്റുമോ? ഇല്ല. സ്ഥലം എവിടെ? ഇതിനൊക്കെ ആരെന്ത് സംരംഭം തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളൊരു സ്കൂട്ടർ മേടിക്കുമ്പോൾ അത് സംരംഭമായിട്ട് ഇവർ കൂട്ടുന്നുണ്ട്. ഒരാളൊരു വണ്ടി മേടിച്ചു, സംരംഭം. വേണമെങ്കിൽ സംരംഭം നടത്തുമെന്നാണോ? അത് എങ്ങനെയാണ് എനിക്കറിയില്ല. ഈ 3,44,000 ഇതൊക്കെ പറയുന്നത് 844,859 ഇതാണ് കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന സംരംഭങ്ങൾ. ഇതൊക്കെ ആരെ ഈ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ ഫീഡ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത്, കേരളത്തിൽ അടുത്ത തവണയും കൂടെ പിണറായി സർക്കാർ അധികാരത്തിൽ വരണം എന്ന് ഡീപ് സ്റ്റേറ്റ് കരുതുന്നു എന്ന് വിചാരിക്കുക. അവരുടെ ഡിസൈൻ അനുസരിച്ച് ഇടതുപക്ഷമാണ്, ലിബറലാണ്, വോക്കാണ്. എന്ത് തെമ്മാടി, എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വ്യഭിചാരത്തിനും എന്ത് തെമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ വലിയൊരു സംഘം ഇടതുപക്ഷം. അപ്പോൾ ഇതാണ് ഡീപ് സ്റ്റേറ്റിന് പറ്റിയൊരു അന്തരീക്ഷം എന്ന് ഡീപ് സ്റ്റേറ്റ് തീരുമാനിക്കുന്നു. അവരെ അങ്ങ് പൊക്കുക, അതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക.
ഞാൻ ഇവരുടെ വെബ്സൈറ്റ്, ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാർട്ടപ്പുകാരുടെ വെബ്സൈറ്റ് കയറി നോക്കിയപ്പോൾ അവരുടെ പാർട്ട്നേഴ്സായിട്ട് വേറൊരു 6 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വേറെ വേറെ പാർട്ട്നേഴ്സുണ്ട്. ഇത് അന്വേഷിച്ച് ഇത് ഡീപ്പ് സ്റ്റേറ്റ് ആണെന്ന് തീരുമാനത്തിലെത്താനായിട്ട് നമുക്കൊരു 15 ദിവസം എടുക്കും. ഞാനത് സബ് കോൺട്രാക്റ്റ് കൊടുത്തു. ട്വിറ്ററിൽ ഞാൻ പറഞ്ഞു, നിങ്ങളിൽ അപ്പോൾ ഇത് ആരെങ്കിലും ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, ഹൂ ഈസ് ബിഹൈൻഡ് ദിസ്. ഇപ്പോൾ ഈ എത്രയാ $21 മില്യൺ സഹായം, ഇതുപോലെയാണ്. ഇത് കൈമറിഞ്ഞ് നമുക്ക് പിടിക്കാൻ പറ്റില്ല. പാതി വല്ല തട്ടിപ്പിലില്ലേ, ഇതുപോലെ കാശ് വാങ്ങിയിട്ട് പിന്നെ മറിഞ്ഞ് പോലീസുകാർക്ക് അറിയാൻ പറ്റില്ല ഇത് ആരുടെ കയ്യിലേക്ക് പോയി. ഓരോ അക്കൗണ്ട് നോക്കുമ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് പൈസ ചാടിയിരിക്കുന്നു. എൻറ്റയർലി ഡിഫറൻ്റ് ആയ വേറൊരു NGO കയറി വരുന്നു, NGO കോൺഫെഡറേഷൻ കയറി വരുന്നു. ഇതുപോലെ ഇട്ട് കറക്കുക കാശ്. അപ്പം അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. ഈ $21 മില്യൺ എന്ന് പറയുന്നത് നമ്മളുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പറയുന്നത് ഇന്ത്യയിലെ ഈ വോട്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫണ്ട് എത്തിച്ചു, അങ്ങനെയാണ് പറയുന്നത്. അല്ല, അയാൾക്കെന്താ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ആളെ എത്തിക്കാൻ കാര്യം എന്താ? അയാളാരാ? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. അതുണ്ട്. നമ്പർ 2, എപ്പോഴും നോക്കിക്കോ, തെരഞ്ഞെടുപ്പ് ഈ EVM പറ്റി പരാതി സുപ്രീം കോടതിയുടെ മുമ്പിൽ വരും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. 2019 മഹുവ മൈത്ര ഒരു കേസ് കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ഈ കേസ് എപ്പോഴും ലിസ്റ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. ഇവർ കൊണ്ടുപോയിട്ട് ഒരു അർജൻറ്റ് പെറ്റീഷൻ കൊടുക്കും സുപ്രീം കോടതി, എന്നിട്ട് സുപ്രീം കോടതി 4-5 കമൻ്റ് അടിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ കേസ് മാറ്റി വയ്ക്കും. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും എടുക്കും. അത് ലിസ്റ്റ് ചെയ്യില്ല കേസ്. ഇപ്പം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ EVM കുറ്റം പറയുക, ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുക. അമിത്ഷാ 180 കളക്ടർമാരെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നൊരു ബഹളം നടന്നില്ലേ? അതെ അതെ. ഒരു കളക്ടർ വേണമല്ലോ പറയാനായിട്ട്, അത് അമിത്ഷാ എന്നെ വിളിച്ചിരുന്നു, ആരുമില്ല. ബട്ട് ആ സമയത്തൊരു പരിഭ്രാന്തി ഉണ്ടാക്കി. ഇതൊക്കെ ഉണ്ടാക്കാൻ കാശ് വേണം. ഇതിന് ഭീകരമായ കാശ് കൊടുക്കും. ഇവരുടെ കൂട്ടത്തിലെ ആൾക്കാർ കേരളത്തിലെ യൂട്യൂബർമാരെ സമീപിച്ചിട്ടുണ്ട്. ഒരു ഈ നിഷ്കളങ്കമായ വാർത്ത ചെയ്യാനായിട്ടാണ്. അതായത് ആയുധശക്തിയിൽ ചൈന നമ്മളെക്കാൾ മികച്ചതാണ് എന്നൊരു വാർത്ത ചെയ്യുക. അത് സത്യവുമാണ്. 12,000 രൂപയാണ് ഒരു വാർത്തയ്ക്ക്. 3 മിനിറ്റ് വാർത്ത നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുക, 12,000 രൂപ. കാർഷിക രംഗത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ചിലതിൽ ചൈനയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അടുത്ത വാർത്ത, അതിന് 12,000. ഇതിങ്ങനെ കൊടുത്ത് ഈ യൂട്യൂബ് കാണുന്നവർ ചെറിയ യൂട്യൂബേഴ്സാണ്. പൈസ എല്ലാവർക്കും വേണ്ടതാണല്ലേ സ്നേഹി. 12,000 രൂപ 3 മിനിറ്റ് നേരത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ പറയുന്നത് സത്യമാണ്. ഇപ്പം ഞാൻ വേറൊരു ചർച്ചയിൽ പറഞ്ഞില്ലേ, ചൈനയ്ക്ക് നമ്മളെക്കാൾ ബെറ്റർ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പം സത്യം പറയുന്നതിന് കാശും കൂടെ കിട്ടുകയാണെങ്കിൽ സന്തോഷമല്ലേ? ഇത് ഇവർ ചെയ്തു. അത് ഈ $21 മില്യൺ ഭാഗമായിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. കാരണം പല രീതിയിൽ പല NGOകളാണ് കിടന്ന് കളിക്കുന്നത്. ഇതെല്ലാം നിയമപരമാണ് താനും. ഇതൊക്കെ റിസർവ് ബാങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ട് വരുന്ന പൈസയാണ്. അപ്പോൾ അത് പിടിക്കാനും അതുകൊണ്ട് പ്രയാസമാണ്. ഇവരെന്തെങ്കിലും മിസ്ചീഫ് കാണിച്ചു എന്ന് പറഞ്ഞില്ലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതെ. അല്ലെങ്കിൽ ചൈനയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യണത്, നീ ഇവിടെ പ്രവർത്തിക്കേണ്ട, ദാറ്റ്സ് ഓൾ, നോ ലൈസൻസ്, നത്തിങ്, പോടാ എന്ന് പറയണം. ഇപ്പോൾ അത് പറഞ്ഞു തുടങ്ങി. FCRA എന്ന് പറഞ്ഞൊരു ആയുധ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അതനുസരിച്ച് റിസർവ് ബാങ്കിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് വേണം ഫോറിൻ കോൺട്രിബ്യൂഷൻ വരുത്താൻ. ബട്ട് ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ വരുന്ന കാശ് തോന്നിയാസം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കണ്ടീഷനും ഈ FCRA ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് സർക്കാരിനെ പേടിപ്പിക്കണം, അത് നടക്കില്ല എന്നും സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഓടിപ്പോയത്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ, ഇവയൊക്കെ സ്ഥലം വിട്ടില്ലേ. അപ്പോൾ അവരാരും ഇന്ത്യയിലില്ല. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഈ ചോട്ടാകളാണ്. അവരെയും പിടിച്ചേ പറ്റുള്ളൂ. അവർ ഈ ഹെൽത്ത് രംഗത്തും മീഡിയ രംഗത്തും ഡിഫൻസ് രംഗത്തും, ഡിഫൻസിൽ വലിയ
ലോബികളുണ്ട്. പട്ടാളക്കാർക്ക് എന്താ കാശ് കിട്ടിയാൽ പൊളിക്കുന്നു. ഫൈനലി ഒരു ആയുധം വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പട്ടാളക്കാരാണ്. F-35 വേണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാക്കാണ് ഫൈനൽ. Su-57 വേണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫൈനൽ. അതിൻ്റെ ന്യായവും ഒക്കെ അവരെഴുതും. അവർക്ക് ടെക്നോളജിയൊക്കെ അറിയാം. വാട്ട് വിൽ യു ഡു ആസ് എ മിനിസ്റ്റർ ഇഫ് ദേ ടേക്ക് മണി? അപ്പോൾ ഇത് ലോകമെമ്പാടും ഇതുപോലത്തെ കൈക്കൂലിയും കുത്തിത്തിരിപ്പിനും ഇതിനൊക്കെ ആയിട്ട് പൈസ നിഷ്കളങ്കമാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു ക്യാമ്പയിൻ നടത്തുക. ഇപ്പോൾ ഇദ്ദേഹത്തെ നമ്മളുടെ പതഞ്ജലി ബാബാ രാംദേവ്, അദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ മാപ്പ് പറയിച്ചു. അദ്ദേഹം ഇവരുടെ കൊറോണ വാക്സിൻ അതുകൊണ്ട് ശരീരത്തിന് ദോഷമുണ്ടാകും, ആയുർവേദം മരുന്നുണ്ട് കൊറോണയ്ക്ക്, അത് കള്ളമാണ്, അതാണ് മോഡേൺ മെഡിസിനെ വെല്ലുവിളിച്ചു. അത് തിരുത്താൻ പറഞ്ഞു, പുള്ളി തിരുത്തിയ ഒന്നും പറയേണ്ട. സുപ്രീം കോടതി അങ്ങേരെ ഹറാസ് ചെയ്ത് നശിപ്പിച്ചു. 3 തവണയും മറ്റും മാപ്പെഴുതി കൊടുത്തു. ഇതെല്ലാം ചെയ്തു. അതേസമയം നമ്മളുടെ KV തോമസ് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു. ഈ വാക്സിൻ എടുത്തതിനെ തുടർന്നാണ് എൻ്റെ ഭാര്യ മരിച്ചത്, കോവിഷീൽഡ്. അത് എടുത്തു, അതിന് ശേഷം അവരുടെ കിഡ്നിക്ക് ട്രബിളായി, ലിവറിന് ട്രബിളായി, അതായി ഇതായി, താമസിയാതെ അവർ മരിച്ചുപോയി. അത് ഭാരതത്തിൽ മൊത്തം 2.7 lakhs ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അത് ഡാറ്റയൊക്കെ ഈ വാക്സിനെതിരായിട്ടുള്ള വലിയൊരു സംഘം ആൾക്കാരുണ്ട്. ആ ഡാറ്റയൊക്കെ എടുത്തിട്ട് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുക. KV തോമസിനെതിരെ ഒരു ആക്ഷനുമില്ല. ഇതേ കാര്യം തന്നെയാണ് പതഞ്ജലി പറഞ്ഞത്, പക്ഷേ ആക്ഷനുണ്ടായി. കാരണം പതഞ്ജലി സെല്ലിങ് അനദർ മെഡിസിൻ. KV തോമസ് വേറെ ഒന്നും വിൽക്കുന്നില്ല. വിൽക്കുന്നുണ്ടെങ്കിൽ KV തോമസിനെ അവർ കൂട്ടിക്കയറ്റിയാണ്. KV തോമസ് അങ്ങേരുടെ പരാതി മാത്രമേ വിൽക്കുന്നുള്ളൂ, പരാതി മാത്രമേ കൊടുക്കുന്നുള്ളൂ, വിൽപ്പനയില്ല. ബാബാ രാംദേവ് അങ്ങനെയല്ല. അദ്ദേഹം കൊറോണയിൽ നിന്നോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ടാക്കി, മെഡിസിൻ ഉണ്ടാക്കി, രണ്ടും ഉണ്ടാക്കി. വാക്സിനും ഉണ്ടാക്കി, അതല്ല കൊറോണ വന്നു കഴിഞ്ഞ് കഴിക്കേണ്ട മെഡിസിനും ഉണ്ടാക്കി. അതിന് പ്രചാരം കൊടുത്തു. അതിൻ്റെ പേരിലാണ് ആ മനുഷ്യനെ ഉപദ്രവിച്ചത്. ഇതിനൊക്കെ ആയിട്ടാണ് ഈ പൈസ പോകുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് ഗെയിം. ഇതെല്ലാം കഴിഞ്ഞിട്ടും നരേന്ദ്രമോദി 240-ലെങ്കിലും നിന്നത് വലിയ ഭാഗ്യമാണ്. തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ 3 ടൈമിൽ ഇങ്ങനെ പൈസ ഇറക്കിയിട്ടും വിജയിച്ചില്ല എന്ന് പറയാം, അങ്ങനെയാണ്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.